ഹായ്, ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസിനെ അപേക്ഷിച്ചിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഫുൾ ആയിട്ടും ജി കെയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജി കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കാനുള്ള സമയം കിട്ടിയിട്ടുള്ളൂ. അപ്പം നോക്കിയപ്പോൾ തന്നെ നമുക്ക് ഹിസ്റ്ററി ഏകദേശം കുറെയൊക്കെ അറിയാവുന്നതാണ്. ജോഗ്രഫി ഒക്കെ ഡയറക്റ്റ് ചോദ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. എക്കണോമിക്സ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റ് ഫേസിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഫേസ് ഡയറക്റ്റ് ചോദ്യങ്ങളും സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഫസ്റ്റ് ഫേസ് കണ്ടിട്ട് സെക്കൻഡ് ഫേസിൽ നമ്മുടെ പഠനം പഴയതുപോലെ അല്ലാത്ത രീതിയിലേക്ക് പോകാനോ കോൺസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ ജോഗ്രഫിയും ഒക്കെ ഒഴിവാക്കിയിട്ട് പോകാനോ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് അക്ബർ ഒക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അക്ബറിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗത്തില് ഞാൻ നോക്കിയതിന്റെ മാത്രം ആൻസർ കീസ് ഉണ്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇനിയും തേർഡ് ഫേസ് എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ എന്താണോ ഇപ്പൊ പഠിച്ചു പോകുന്നത് ആ രീതിയിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. പി എസ് സിയുടെ ഓരോ ഫേസിലും വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ പഠന രീതി മാറ്റാതിരിക്കുക. ഓക്കെ, അപ്പം തേർഡ് ഫേസുകാര് സെക്കൻഡ് ഫേസിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചിട്ട് പോകുന്നതും പോർച്ചുഗീസും ഡച്ചും അതുപോലെ +1 ജോഗ്രഫി, എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സും ഒക്കെ നോക്കുന്നത് നിങ്ങൾക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് പഠനം മാറ്റാതിരിക്കുക. നോക്കിയ ക്വസ്റ്റ്യൻസിന്റെ മാത്രം ആൻസർ കീസ് ഒന്ന് പറയാം. ഒന്ന്, പോർച്ചുഗീസ് ശക്തിയെക്കുറിച്ചുള്ള ഡയറക്റ്റ് ചോദ്യമായിരുന്നു. കേരളത്തിലെ പോർച്ചുഗീസ് ശക്തിയെക്കുറിച്ച് പ്രസ്താവനകൾ ഏതാണ് ശരി? ഒന്ന്, കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലകൾ പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. ശരിയാണ്. 1524 വാസ്കോഡ ഗാമ കൊച്ചിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം താൽക്കാലികമായി കൊച്ചിയിൽ അടക്കം ചെയ്തു. ശരിയാണ്. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഡി അൽമേഡ ആയിരുന്നു. തെറ്റാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. 2, ഭാഷാശാസ്ത്ര മേഖലയിൽ ആദ്യ ഭാഷ രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡിലനോയിയെ പറ്റിയിട്ടുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പൊ പോർച്ചുഗീസും ഡച്ചും വന്നു. ഡിലനോയിയെ തിരുവിതാംകൂർ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് മാർത്താണ്ഡവർമ്മ നിയമിക്കുകയും 1865 പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാളിന്റെ ഭരണകാലത്ത് പുറപ്പെടുവിക്കുകയും ചെയ്തു. 1936 ക്ഷേത്രപ്രവേശനം പുറപ്പെടുവിച്ചപ്പോൾ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്നു. ഇതെല്ലാം ഡയറക്റ്റ് ചോദ്യമാണ്. എല്ലാ ചോദ്യങ്ങളും ശരിയാണ് ആൻസർ. 1580 അക്ബറിന്റെ കൊട്ടാരം സന്ദർശിച്ച 1-ാം ജെസ്യൂട്ട് മിഷനിൽ താഴെ പറയുന്നവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം. 1946 ഇടക്കാല സർക്കാരിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നത് ആർക്കാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, സി രാജഗോപാലാചാരി. 1922 ഏക പ്രസ്ഥാനം ഡാഷിലാണ് നടന്നതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി UP ആണ്. ഗാന്ധിജിയുടെ വാദ സ്കീം പ്രകാരം നയി തലീം എന്നറിയപ്പെടുന്ന ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ സക്കീർ ഹുസൈൻ. പ്രസിദ്ധമായ ഒരു ചരിത്ര ശാസ്ത്രകൃതി തോബാഖാത്ത് അൽ-ഉമം എഴുതിയത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ. 19ാം നൂറ്റാണ്ടിൽ ജർമ്മനിയുടെ ഏകീകരണത്തിലെ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്ന സംഭവം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം. പാരീസ് കമ്മ്യൂൺ സ്ഥാപിതമായ വർഷം 1871. ഓപ്ഷൻ ബി. അപ്പം തമ്മില് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുവാണെങ്കിൽ 10 മാർക്കിൽ ഒരുവിധം പഠിച്ചിട്ട് പോയവർക്ക് ഒരു 6 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊന്ന് കമന്റൂടെ ചെയ്യുക കേട്ടോ. പിന്നെ ജോഗ്രഫി 5 ചോദ്യങ്ങൾ കറക്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചു. ഈസി ചോദ്യങ്ങൾ തന്നെയാണ്. ഭൂമിയുടെ ആന്തരിക കാമ്പിൽ സ്ട്രക്ചർ ഓഫ് എർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് എർത്ത്. ഭൂമിയുടെ ആന്തരിക കാമ്പിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. ഡയറക്റ്റ് ചോദ്യം നിഫയാണ്. താഴെ പറയുന്ന വാതകങ്ങളിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത് ഓപ്ഷൻ എ, മീഥെയിൻ. എല്ലാവർക്കും അറിയാം. ഒരു ഭൂപ്രകൃതി ഭൂപടത്തിൽ റിലീഫ് സവിശേഷതകളെ എന്തുകൊണ്ടാണ് പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻ ഡി, കോണ്ടൂറുകൾ കൊണ്ട്. കിഴക്ക് റെയിൽവേയുടെ ആസ്ഥാനമാണ്. ഓപ്ഷൻ ഡി, കൊൽക്കത്ത, കിഴക്കൻ ഭാഗം. അതുപോലെ സിംഹവാലൻ കുരങ്ങിനെ സംരക്ഷിക്കുന്നത് താഴെ പറയുന്ന ഏത് സ്ഥലത്താണെന്നാണ് ചോദ്യം. സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിടുന്നത് എന്താണെന്നാണ് ചോദ്യം. അടുത്തത് ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കണം. വ്യാവസായിക മേഖലയിൽ വേഗത്തിലുള്ള സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് ഊന്നൽ നൽകുക. കൃഷിയും അനുബന്ധ മേഖലകളും ശക്തിപ്പെടുത്തുക. ഇത് നമ്മൾ കുറച്ച് നാള് മുന്നേ ഞാൻ എന്റെ ക്ലാസ്സിലൊക്കെ എപ്പോഴും എടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണിത്. ഏറ്റവും ഉയർന്ന ദ്രവ്യതയുള്ള പണസ്റ്റോക്ക് അളവ് ഏതാണെന്നുള്ളത്. ഇത് +1 +2 മാക്രോ എക്കണോമിക്സിലൊക്കെ ഉള്ളൊരു +2 മാക്രോ എക്കണോമിക്സിൽ ഡയറക്റ്റ് കിടക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ ഇത് തൊഴിൽ വീതിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പലിശ അടയ്ക്കുന്നതിനേക്കാൾ ധനകമ്മി കൂടുതലാകുന്നതിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദ്യം. പ്രാഥമിക കമ്മി എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഞാൻ കണ്ടു. ഇതിന്റെ ആൻസേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ ആർക്കൊക്കെ എത്രയൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നും ഒക്കെ ഒന്ന് എഴുതിയവരൊന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഏതാണ് നിങ്ങളുടെ ലെവൽ? ഈസി ആയിരുന്നോ, മോഡറേറ്റ് ആണോ, മൊത്തത്തിലെ കാര്യമാണ് പറയേണ്ടത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.